കെ ശിവരാമൻ സലീം കുമാർ പ്രശ്നത്തിൽ മഞ്ഞുരുക്കം. തിരുവനന്തപുരത്ത് ഇന്നലെ നടന്ന ചർച്ചയിൽ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന സെക്രട്ടറി പരിഹരിച്ചു. കെ സലീം കുമാർ, ശിവരാമൻ എന്നിവരുമായി പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം ചർച്ച നടത്തി. ഇതോടെ ശിവരാമൻ പീരുമേട് തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കും. വിവരങ്ങളുമായി അനീഷ് ചേരുന്നുണ്ട്. അനീഷ്, എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ? ഷിബിൻ, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. CPIയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും CPIയുടെ ഇടുക്കി ജില്ലയിലെ മുഖവുമായിട്ടുള്ള കെ ശിവരാമൻ, അതുപോലെ തന്നെ നിലവിലെ ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ എന്നിവർ തമ്മിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളിൽ മഞ്ഞുരുക്കം ഉണ്ടാകുന്നു എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ നേരിട്ട് ഇടപെട്ടാണ് ഇരുവരുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ചതെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഇന്നലെ സംസ്ഥാന കമ്മിറ്റിയായിരുന്നു. ആ സംസ്ഥാന കമ്മിറ്റിയിലാണ് കെ സലീം കുമാറിനെ പീരുമേട്ടിലെ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് തീരുമാനിക്കുകയും നിശ്ചയിക്കുകയും ചെയ്തത്. ഈ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷമാണ് വൈകിട്ടോട് കൂടിയിട്ട് ഈ മൂവരും ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടത്തിയത്. അതായത് കെ ശിവരാമൻ CPIയുടെ മുഖമാണ്, ഇദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഇലക്ഷനെ നേരിടുന്നത് ശരിയല്ല, ഇദ്ദേഹമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് തന്നെയാണ് ബിനോയ് വിശ്വം കെ സലീം കുമാറിനോട് ആവശ്യപ്പെട്ടത്. ഇത്തരത്തിൽ നടത്തിയ ഒരു ചർച്ചയിൽ വളരെ വൈകാരികമായി തന്നെയാണ് കെ സലീം കുമാർ പ്രതികരിച്ചതെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതായത് കെ ശിവരാമൻ പിതൃതുല്യനാണ്, പാർട്ടിയുടെ മുഖമാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുവെന്നാണ് അറിയുന്നത്. ഇതുപോലെ തന്നെ കെ ശിവരാമനും തന്റെ നിലപാടുകൾ സംസ്ഥാന സെക്രട്ടറിയെ അറിയിച്ചു. എന്താണെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം ഏകദേശം പരിഹരിച്ചുവെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള വിവരം. അതിനോടൊപ്പം തന്നെ ഇത്തവണ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട്ടിൽ ഇദ്ദേഹം പ്രചരണം നയിക്കുമെന്നും കെ ശിവരാമൻ പ്രചരണം നയിക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഇതേസമയം കെ സലീം കുമാർ മറ്റൊരു ഉപാധി കൂടി സംസ്ഥാന സെക്രട്ടറിക്ക് മുമ്പിൽ വെക്കുകയുണ്ടായി എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതായത് കെ ശിവരാമനെ തിരികെ ജില്ലാ ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ, ജില്ലാ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ജില്ലാ കൗൺസിൽ തീരുമാനമെടുക്കണം, തനിക്ക് മാത്രമായി ഒന്നും പറയുവാൻ സാധിക്കില്ല എന്ന് ഇദ്ദേഹം അറിയിച്ചതായാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധി, അതായത് ഒരു 2 മാസം മുമ്പാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾക്കും അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കും ശേഷം കെ ശിവരാമൻ മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇദ്ദേഹം പാർട്ടി ചെയറുകളിൽ നിന്ന് ഒഴിവാവുകയാണ്, താൻ CPIക്കാരനായി തന്നെ തുടരും എന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞത്. അന്ന് സലീം കുമാറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു കെ ശിവരാമൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്താണെങ്കിലും ഇതിനുശേഷം ഇദ്ദേഹം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകളൊക്കെ കെ ശിവരാമൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ എന്തായാലെങ്കിലും ഈ ഒരു മഞ്ഞുരുക്കത്തിലേക്ക്, ഇല്ലെങ്കിൽ ഈ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ മാറിയത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഇദ്ദേഹം തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പ് നയിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊരു ഇടുക്കി ജില്ലയിലെ CPIയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷണ കേന്ദ്രങ്ങളും വിലയിരുത്തുന്നത്. ഈ വാർത്തയാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഷിബിൻ.